ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, 80s അല്ലെങ്കിൽ 90s ഗൾഫുകാരുടെ പിന്നെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, ഗൾഫുകാരുടെ കഥ കേൾക്കുകയാണെങ്കിൽ ചിലപ്പം ഈ കഥയുമായിട്ട് ചിലപ്പം സാമ്യമുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ഇരയെ, അതായത് നാർസിസിസ്റ്റിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാർസിസിസ്റ്റിനെ സ്നേഹിക്കുന്ന നിഷ്കളങ്കനായ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അയാളുടെ ജീവിതം എങ്ങനെയാണ് ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇതൊരു ട്രൂ ലൈഫ് സ്റ്റോറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആധികാരികമായി എന്നെ കൊണ്ട് സ്ഥിരീകരിക്കാനും പറ്റും. പക്ഷേ ആളുകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗമായിട്ട് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിക്ക് 18 വയസ്സാകുമ്പോഴത്തേക്കും അദ്ദേഹം ഗൾഫിലേക്ക് വരികയാണ്. 18 വയസ്സ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു കുട്ടിത്തം മാറാത്ത ഒരു പ്രായത്തിലാണ് അയാൾ ഗൾഫിലേക്ക് വരുന്നത്. ഗൾഫിലേക്ക് വരുമ്പോൾ അയാള് അയാളുടെ സ്വന്തം അച്ഛൻ്റെ സ്ഥാപനത്തിലേക്കാണ് ജോലിക്കായി വരുന്നത്. അച്ഛനെ സഹായിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. ഇയാൾ വന്നതോടുകൂടി ഈ പറഞ്ഞ വ്യക്തിക്ക്, ഈ പറഞ്ഞ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിക്ക് അയാളല്ലാതെ വീണ്ടും 5 സഹോദരങ്ങളുണ്ട്. അച്ഛനും അമ്മയും 22 കാരറ്റ് നാർസിസിസ്റ്റുകളാണ്. ഈ പറഞ്ഞ അച്ഛൻ്റെ കടയിലേക്ക് ജോലിക്കായി അദ്ദേഹം വരുന്നു. നീണ്ട 10-12 വർഷം അവിടെ തന്നെ ജോലി ചെയ്യുന്നു. 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെ സ്വന്തം കുടുംബം മുന്നേറണം, അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നങ്ങളൊക്കെ തീരണം എന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയിലാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. 10-12 വർഷം കഴിഞ്ഞു. കുടുംബം അഭിവൃദ്ധിപ്പെട്ടു. അതിനിടയ്ക്ക് ഒരുപാട് സമ്പത്തുകൾ വന്നു കുമിഞ്ഞുകൂടി. അതിന് വേറെ പല കാരണങ്ങളും കൂടിയുണ്ട്. അത് ഞാൻ ആ ഡീറ്റെയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ചവറ്റുകുട്ടയിൽ എറിയുന്നത് നാർസിസിസ്റ്റുകൾ എന്നുള്ളതിനെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹം 10-12 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിവാഹ പ്രായമായി. ഈ നാർസിസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമ പൊതുജനങ്ങളുടെ മുമ്പിൽ അവരുടെ ഇമേജ് തകരുന്ന ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കടമ ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നു. മകന്റെ വിവാഹം കഴിപ്പിച്ചു വിടേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് മകന്റെ കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ മരുമകളാകട്ടെ, ഇയാളുടെ ഭാര്യയാകട്ടെ, ഒരുവിധം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് 3 കുട്ടികൾ ജനിച്ചു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ ഇയാളുടെ ഭാര്യയും മക്കളും ആദ്യം 2 മക്കളായി. ഈ 2 മക്കളും കൂടി ഇയാളുടെ നാർസിസിസ്റ്റായ അച്ഛനമ്മയുടെ വീട്ടിൽ, കുടുംബ വീട്ടിൽ ജീവിക്കുകയാണ്. അവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നാർസിസിസ്റ്റായ അച്ഛനാണ് ഇവിടെ ഗൾഫിൽ കൂടെ ഉള്ളത്. മറ്റു പകുതിയായ നാർസിസിസ്റ്റായ അമ്മയാണ് നാട്ടിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കോമ്പറ്റീറ്റർ വീട്ടിനകത്ത് വരിക, അതായത് ഒരു പുതിയൊരു അവകാശി വീട്ടിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്ന കാര്യമല്ല. ഇത് മിക്കവാറും എല്ലാ നാർസിസിസ്റ്റുകളുടെയും കഥ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ അവര് അവലംബിച്ച വേറൊരു കാര്യമുണ്ട്. ഇയാളുടെ തന്നെ മൂത്ത സഹോദരി വിവാഹം കഴിച്ച വേറൊരു സഹോദരിയെ കൂടി അതേ വീട്ടിൽ തന്നെ നിർത്തി അവരുടെ മക്കളും അതേ വീട്ടിൽ തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യം അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ് കാര്യം. ഇയാളുടെ മൂത്ത സഹോദരിക്ക് അവരുടെ ഭർത്താവിന്റെ വീടുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ വേറെ ഉണ്ട്. എന്നാൽ പോലും ഈ പറഞ്ഞ നാർസിസിസ്റ്റായ അച്ഛനമ്മയുടെ നിർബന്ധം എന്ന് പറയുന്നത് എൻ്റെ മകളും എൻ്റെ മകളുടെ മക്കളും എൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കും, സ്വാതന്ത്ര്യത്തോട് ജീവിക്കും. പക്ഷേ എൻ്റെ മകൻ, അതായത് എനിക്ക് വേണ്ടി എൻ്റെ സ്ഥാപനത്തിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകന്റെ ഭാര്യയും കുട്ടികളും നിൽക്കുന്നത്, അതേ വീട്ടിൽ നിൽക്കുന്നത് അവർക്കത്ര ഇഷ്ടപ്പെടുന്നില്ല.
അവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ തമ്മിലുള്ള, അതായത് ഈ മകളും മരുമകളും തമ്മിലുള്ള സ്വരച്ചേർച്ച അല്ലെങ്കിൽ അത് അവിടെ തന്നെ തുടങ്ങുന്നു. അപ്പോൾ ഈ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇരട്ട വെളുക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ ഒരു റെസ്റ്റും ഇല്ലാതെ സ്വന്തം അച്ഛന് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇയാൾ ഇവിടെ കഷ്ടപ്പെടുന്നു. ഇയാളുടെ ഭാര്യയും മക്കൾക്കും നാട്ടിലെ സ്വൈരമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇയാള് ഗ്രാജ്വലി ഒരു മദ്യപാനി ആയി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ ഭാര്യയും കുട്ടികളെയും ഇയാള് ഗൾഫിലേക്ക് കൊണ്ടുവരികയാണ്. ഗൾഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ചിലവുള്ള ഒരു പ്രക്രിയയാണ് കുടുംബം ഗൾഫിലേക്ക് വരിക, ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് പോലും കഷ്ടപ്പെട്ട് തന്നെ അവർ ഫ്ലാറ്റ് എടുത്ത് പിന്നെ അതിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ നാർസിസിസ്റ്റായ അച്ഛനും പിന്നെ ഇയാളുടെ ഭാര്യയായ നാർസിസിസ്റ്റായ അമ്മയ്ക്കും നാട്ടിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറഞ്ഞ മകൻ ഒരു വേസ്റ്റ് ആയി കഴിഞ്ഞു, അയാൾ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. കാര്യം ഇനി പിന്നെ അയാൾ ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. കാര്യം അയാളുടെ കുടുംബം കൂടി നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാച്ചുറലി ആ കുടുംബം, ആ മൊത്തം നാർസിസിസ്റ്റ് കുടുംബം എത്തിച്ചേർന്നു. അപ്പൊ പിന്നെ ഇയാളെ എങ്ങനെയെങ്കിലും ആ സ്ഥാപനത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറഞ്ഞ നാർസിസിസ്റ്റായ അച്ഛൻ പ്രവർത്തിച്ചത്. അയാളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും അങ്ങനെയായിരുന്നു. ഞാൻ ദൃക്സാക്ഷിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ പലരുടെയും സഹായത്തോടു കൂടി ഇയാൾ വേറൊരു സ്ഥാപനം തുടങ്ങി. സ്വന്തം നല്ലൊരു കൈത്തൊഴിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അപാരമായ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്ഥാപനം തുടങ്ങി വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ അയാൾ വലിയ സമ്പന്നനായി മാറി. 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിസമ്പന്നനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാളുടെ പിന്നെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പിന്നെ വാഹനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടി. നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിച്ച, നാർസിസിസ്റ്റുമായിട്ട് ഇടപെട്ട, അവരുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയെ ഡാമേജ് ചെയ്തിട്ട് മാത്രമേ നാർസിസിസ്റ്റ് ഒഴിവാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഡാമേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ സമ്പത്ത് പിടിച്ചു പറിച്ച് പിന്നെ അയാളെ ഒന്നുമില്ലാതെ റോഡിൽ വിടും എന്നുള്ളത് മാത്രമല്ല. സമ്പത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അയാൾ ജോലി ചെയ്ത 1 രൂപ പോലും അയാൾക്ക് കിട്ടിയില്ല. 10-12 വർഷം ഒരു പിന്നെ വേറെ ഏതെങ്കിലും ഒരു കടയിലാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നതെങ്കിൽ മാസമുള്ള ശമ്പളമെങ്കിലും അയാൾക്ക് കിട്ടും. അതൊന്നും അയാൾക്ക് ലഭിച്ചിട്ടില്ല. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പം. പക്ഷെ ഇയാൾ ഒരു ഡാമേജ്ഡ് ആയ ഒരു വ്യക്തിമായിട്ടാണ് അയാൾ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ഇയാളെ ഈ സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടാം എന്നുള്ള ഗവേഷണത്തിലായിരുന്നു ഈ നാർസിസിസ്റ്റായ അച്ഛൻ. ഇത് ഞാൻ ദൃക്സാക്ഷി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിന്നെ തറപ്പിച്ചത് ഞാൻ പറയുന്നത്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ വേറെ നടന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാര്യം ഈ വിക്ടിമിനെ, ഈ പറഞ്ഞ വ്യക്തിയെ അവിടെ പിടിച്ചു നിർത്തിയതും പിന്നെ അദ്ദേഹം പുറത്തു പോയപ്പോൾ ഇയാളെ മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ ഫ്ലൈയിങ് മങ്കീസ് ആണ്. ഈ ഫ്ലൈയിങ് മങ്കീസ് എന്ന് പറയുന്നത് ഇയാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഷ്കളങ്കനായ, എല്ലാരെയും വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി ഒരിക്കലും ആരെയും സംശയിക്കില്ല. കാര്യം ജീവിതത്തിലെ അനുഭവങ്ങളാണ് മനുഷ്യനെ സംശയാലുവാക്കുന്നത്. ഒന്നിലും പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തിയാക്കി മാറ്റുന്നത് ജീവിതത്തിലെ പിന്നെ ഓരോ എക്സ്പീരിയൻസുകളുമാണ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇയാളുടെ പിന്നെ സഹോദരിമാരെയാണ്. ഒരു വലിയ ഇളയ സഹോദരി, വേറൊരു മൂത്ത സഹോദരി. ഈ മൂത്ത സഹോദരിയും കുട്ടികളുമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ നാട്ടിൽ ജീവിച്ചത്, ഒരേ വീട്ടിൽ നാർസിസിസ്റ്റായ അമ്മയുടെ കൂടെ ജീവിച്ചത്. അപ്പൊ എന്നാൽ പോലും ഇയാൾക്ക് ഇയാളുടെ സഹോദരിയെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല, ഇയാളുടെ സ്വന്തം അമ്മയെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല, ഭാര്യയെ തള്ളിപ്പറയാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. എന്തായാലും വേണ്ടില്ല, അതെല്ലാം കഴിഞ്ഞു. ഇയാൾ സ്വന്തം കാര്യങ്ങൾ നോക്കി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇയാളെ വീണ്ടും
നാർസിസിസ്റ്റ് കണ്ണുവെച്ചു എന്നുള്ളതാണ്. കാര്യം നിങ്ങൾക്ക് കഴിവില്ലാതെ വരുമ്പം, അതായത് ഊറ്റി കുടിക്കാൻ ചോര ഇല്ലാതെ വരുമ്പോഴാണ് നാർസിസിസ്റ്റ് ഒരു വിക്ടിമിനെ അബൻഡൻ ചെയ്യുന്നത്, വിക്ടിമിനെ ഒഴിവാക്കുന്നത്. നാർസിസിന്റെ കയ്യിൽ നിന്ന് ഇനി നമുക്ക് കിട്ടാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമേ ചവിട്ടി പുറത്താക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ അനുഭവം എന്താണ് എന്നുള്ളത് പറ്റുമെങ്കിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. ഇത് എല്ലാ നാർസിസിസ്റ്റുകളും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ നാർസിസിസ്റ്റിന് വീണ്ടും ഇയാളുടെ മുകളിൽ കണ്ണു വന്നു. കാര്യം ഇയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, നമുക്ക് വീണ്ടും കിട്ടാനുള്ള കാര്യങ്ങൾ ഇയാളുടെ കയ്യിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഈ ഫ്ലൈയിങ് മങ്കീസിനെയാണ് ഇവര് എൻഗേജ് ചെയ്യിക്കുന്നത്. ഈ ഫ്ലൈയിങ് മങ്കീസ് വഴിയാണ് നാർസിസിസ്റ്റുകൾ എപ്പോഴും ഇരകളെ കൺട്രോൾ ചെയ്യുന്നത്. നാർസിസിസ്റ്റ് ഒരിക്കലും ഒരു ഇരയുടെ മുമ്പിൽ പോയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയോ എന്നെ സഹായിക്കൂ, എന്നെ മറ്റു കാര്യങ്ങൾ ആവശ്യങ്ങൾ ഒന്നും അവര് പറയുകയോ ആവശ്യപ്പെടുകയില്ല. ഇതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് ഫ്ലൈയിങ് മങ്കീസ് ആണ്. ഇയാളുടെ ഫ്ലൈയിങ് മങ്കീസ് ആകട്ടെ ഇയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരിമാരാണ് ഇയാളുടെ ഫ്ലൈയിങ് മങ്കീസ്. അപ്പോൾ സഹോദരിമാരെ ഈ പറഞ്ഞ നാർസിസിസ്റ്റായ അച്ഛൻ ഒന്ന് പറയും, ഇത് സഹോദരിമാരെ ഇയാളുടെ ചെവിയിലെത്തിക്കും. ഇയാളെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ എന്തൊക്കെ സഹായങ്ങളാണോ ഈ പറഞ്ഞ നാർസിസിസ്റ്റിനും നാർസിസിസ്റ്റായ ഭാര്യയ്ക്ക്, നാട്ടിലുള്ള ഭാര്യയ്ക്കും വേണ്ടത്, ഇതെല്ലാം ഇയാളെ കൊണ്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫ്ലൈയിങ് മങ്കീസ് സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കീസ് ഈ കുടുംബത്തിനകത്തുള്ള മറ്റു 5 പേരുമായിട്ടും ഈ പറഞ്ഞ മറ്റുള്ളവരുമായിട്ടും നല്ല റാപ്പോയിലായിരിക്കും. എല്ലാവരെയും ഈ പറഞ്ഞ വേൾപൂളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വേൾപൂളിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കീസ് ആണ്. അപ്പൊ എന്തായാലും ഇയാൾക്ക് സ്വന്തം ബിസിനസ്സായി കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും 5ഉം 10ഉം വർഷമൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. കുട്ടികൾ വലുതായി, കുട്ടികൾ ഗൾഫിൽ പഠിക്കുന്നു. ഈ പറഞ്ഞ നാർസിസിസ്റ്റായ അച്ഛന് ഈ സ്ഥാപനം മതിയാക്കി നാട്ടിൽ പോകണമെന്നുണ്ട്. 70 വയസ്സായി, 65 വയസ്സ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ സ്ഥാപനം നോക്കി നടത്താൻ വേറെ ആളില്ലാത്ത ഒരു അവസ്ഥയായി. കാര്യം ഇവരുടെ പ്രവർത്തികൾ തന്നെയാണ് അതിന് കാരണം എന്നും കൂടി കൂട്ടിക്കോളും. ഇയാൾക്ക് വേറെയും മക്കളുണ്ട്, അവരൊന്നും ഇതുപോലെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇത്രത്തോളം നിഷ്കളങ്കനായ വ്യക്തി അല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞാൻ ആ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരണം. നാട്ടിലെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വിലയുള്ള വീടും വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാൽ പോലും ഈ സ്ഥാപനം അവിടെ നിലനിർത്തണം. അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള, സാമ്പത്തിക ശക്തിയും കൂടിയുള്ള ഏറ്റവും കഴിവുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വ്യക്തിയും തന്നെയാണ്. ഈ പറഞ്ഞ ഇര തന്നെയാണ് വീണ്ടും നാർസിസിന്റെ കണ്ണിൽ പെട്ടിരിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇരയെ പിടിച്ച് ഇതിനകത്ത് ഇടുക എന്നുള്ളതാണ്. വീണ്ടും ഈ ടോക്സിക് ആയ ഒരു എൻവയോൺമെന്റിൽ പിടിച്ചിടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഇരയെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ ആവശ്യമില്ല, വേറെ സമ്പത്തിന്റെ ആവശ്യമില്ല, വേറെ ഒരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇയാള് ലിറ്ററലി ഒരു കോടീശ്വരനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാര്യം അയാൾക്ക് സ്വന്തം കാര്യം, സ്വന്തം ബിസിനസ് ചെയ്തുകൊണ്ട് പോകാൻ തന്നെ സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞു. പക്ഷെ ഈ ഫ്ലൈയിങ് മങ്കികൾ അയാളെ വിടില്ല. ഈ പരുന്ത് എങ്ങനെയാണോ കോഴിക്കുഞ്ഞിനെ നോട്ടം ഇട്ട് ആകാശത്ത് കറങ്ങുന്നത്, അതുപോലെയാണ് ഈ പറഞ്ഞ ഈ ഫ്ലൈയിങ് മങ്കീസ് ഇയാളെ പാകപ്പെടുത്തിയെടുത്തു. പല കഥകൾ പറഞ്ഞ് ഇയാളെ ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, അച്ഛനല്ലേ അമ്മയല്ലേ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഇയാളെ വീണ്ടും ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയാണ്. ഒരേ സമയം ഇയാളെ 2 സ്ഥാപനം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇയാളെ തള്ളിയിട്ടു. സ്വന്തം സ്ഥാപനം നോക്കുന്നതിനേക്കാളും കൂടുതൽ സിൻസിയാരിറ്റിയോട് കൂടിയാണ് ഇയാള് ഈ പറഞ്ഞ അയാളുടെ അച്ഛന്റെ സ്ഥാപനം നോക്കുന്നത്. കാര്യം നല്ല വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ത് പ്രവൃത്തി ചെയ്താലും നല്ല രീതിയിൽ ചെയ്യുന്നവരാണ് നല്ല വ്യക്തികൾ. അതുകൊണ്ട് തന്നെ ഇയാൾ ആദ്യം അച്ഛന്റെ സ്ഥാപനം രാവിലെ തൊട്ട് ഉച്ചവരെ നോക്കിയെല്ലാം നല്ല രീതിയിൽ നടത്തിയതിനു ശേഷം മാത്രമാണ് സ്വന്തം സ്ഥാപനം നോക്കാനായിട്ട് പോവുക. അതിലേക്ക് അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നോക്കിയാൽ പോരെ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ അനുഭവിച്ചത് പോരെ എന്ന് പറയുമ്പോൾ
അതല്ല പ്രധാനം. ഈ ഫ്ലൈയിങ് മങ്കികൾ പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അവരാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാര്യം വെച്ചാല് നാർസിസിസ്റ്റ് പിന്നെ അബ്യൂസ് ചെയ്ത ഒരു വിക്ടിം, നാർസിസിസ്റ്റിന്റെ ഇര എപ്പോഴും നാർസിസിസ്റ്റിനെ തന്നെ വീണ്ടും പിന്നെ ആശ്രയിക്കുന്നതായിട്ട് നമ്മൾ പല പ്രാവശ്യം കാണലുണ്ട്. കാര്യം ഏതൊരു നാർസിസിസ്റ്റ് ആണോ വിക്ടിമിനെ അബ്യൂസ് ചെയ്തത്, ചൂഷണം ചെയ്ത വ്യക്തി തന്നെ നാർസിസിസ്റ്റിനെ വീണ്ടും പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. കമൽഹാസന്റെ ഒരു സിനിമ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഗുണ എന്ന സിനിമയിൽ കമൽഹാസൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിൽ കൊണ്ട് പാർപ്പിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ട് പോകപ്പെട്ട ആ കുട്ടി തന്നെ കമൽഹാസനെ തിരിച്ച് സ്നേഹിക്കുകയും പ്രേമിക്കുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്ന ഒരു കഥയാണ് ആ ഗുണയിലെ കഥ. കമൽഹാസൻ നാർസിസിസ്റ്റ് ആണെങ്കിൽ ആ കുട്ടി ഒരു വിക്ടിമാണ്. ആ വിക്ടിം തന്നെ പിന്നെ നാർസിസിസ്റ്റ് ആയ അബ്യൂസറിനെ ഇഷ്ടപ്പെടുകയും അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലേക്ക് അവർ മാറുന്നുണ്ട്. അതേ ഒരു അവസ്ഥയിലാണ് ഇയാള് ഏത് നാർസിസിസ്റ്റിനെ കൊണ്ടാണോ അബ്യൂസ് ചെയ്യപ്പെട്ടത്, ആ ഒരു നാർസിസിസ്റ്റിന്റെ അടുത്തുള്ള അപാരമായ സ്നേഹവും കമ്മിറ്റ്മെന്റും കൊണ്ട് തിരിച്ചും അവരോട് തന്നെ പിന്നെ ശരണം പ്രാപിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ ഞാൻ ഇവിടെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് ആരാണോ ചൂഷണം ചെയ്തത് അവരെ തന്നെ തിരിച്ച് വിക്ടിം അതിൽ ഇര തിരിച്ച് അവരെ തന്നെ ആശ്രയിക്കുന്നതിനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആയിരിക്കാം. അതല്ലാത്ത പക്ഷെ ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കീസിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പിന്നെ തന്നെ ചൂഷണം ചെയ്തവരുടെ മുമ്പിൽ അവർ ചൂഷണം ചെയ്ത വ്യക്തികൾ തന്നെ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ അതിൽ സന്തോഷം കാണുന്നത് കൊണ്ടായിരിക്കാം. എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ശരി, ഇയാള് വീണ്ടും ആ ചെളിക്കുഴിയിൽ തന്നെ ചെന്ന് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. ഭാര്യ പറയുന്നത് കേൾക്കില്ല. ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കീസിനോടാണ് ഇയാൾക്ക് കൂടുതൽ താല്പര്യവും സ്നേഹവും. അത് ഇപ്പോഴും അതുപോലെ തന്നെ. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു പോയി. നാട്ടിൽ ഇരിക്കുന്ന പിന്നെ നാർസിസിസ്റ്റ് ആയ അച്ഛനമ്മമാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. കാര്യം വരുന്ന വരുമാനം ഒന്നും അത്രയും ശരിയാകുന്നില്ല. ഈ പറഞ്ഞ ആള് എന്തെങ്കിലും തിരിമറി ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം. എപ്പോഴും നാർസിസിസ്റ്റുകൾ സംശയാലുക്കളാണ്. ആരെയും വിശ്വസിക്കുന്നവരല്ല. കൂടെ നിൽക്കുന്ന എനേബിളറിനെയും വിശ്വസിക്കില്ല, ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കിയെയും വിശ്വസിക്കില്ല, ഇരകളെയും വിശ്വസിക്കില്ല, ലോകത്താരെയും അവരെ വിശ്വസിക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കഥാപാത്രത്തെ ഇതിനകത്ത് എത്തിക്കേണ്ടത് അവരുടെ അത്യാവശ്യമായി മാറി. അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു മൂന്നാമത്തെ കഥാപാത്രമാണ് ഇയാളുടെ തന്നെ സഹോദരനായ ഒരു 100% ഫ്രോഡായ വേറൊരു വ്യക്തി. ഇയാളുടെ തന്നെ സഹോദരനാണ്. അയാളെ കൂടി ഇതിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുക. കാര്യം അപ്പം രണ്ടാളും പിന്നെ മറ്റു ജോലിക്കാരും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവർക്ക് കിട്ടേണ്ടത് ലഭിക്കൂ എന്നുള്ള ഒരു കണക്കൂട്ടലിലായിരിക്കാം അയാളെ കൂടി ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ ദിവസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ബിസിനസ്സിൽ വരുമാനം വരുന്നില്ല. പക്ഷെ ഇയാളുടെ കയ്യിലുള്ള പണം ഒക്കെ അതിൽ ചെലവാക്കിക്കൊണ്ട് അത് താൽക്കാലികമായി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി. ഇയാളുടെ കൂടെയുള്ള പിന്നെ സഹോദരനാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അവിടുന്ന് പണം അപഹരിച്ച് കൊണ്ടുപോയുണ്ടായിരുന്നു. അത് പിന്നെ വയസ്സായ നാർസിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ നഷ്ടങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ഇര ആയ വ്യക്തി സഹിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ തുടങ്ങി. കാര്യം ഈ ജ്യേഷ്ഠനുണ്ടെങ്കിൽ ഈ അനുജൻ അവിടെ നിന്ന് മോഷിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് അപഹരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനും അനുജനും പിന്നെ രാവിലെ തൊട്ട് പിന്നെ പ്രശ്നത്തിലാണ്. എന്നും വാക്കുവാദവും തർക്കവുമാണ് അവിടെ ഈ പറഞ്ഞ അച്ഛന്റെ സ്ഥാപനത്തിൽ സംഭവിക്കുന്നത്. സ്വന്തം സ്ഥാപനം നോക്കാനുള്ള സമയവും ഇല്ല. പിന്നെ അതിലേക്കുള്ള പിന്നെ ഫോക്കസും നഷ്ടപ്പെട്ട രീതിയിലായി. ഇയാളുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഈ ഫ്ലൈയിങ് മങ്കികളെല്ലാം കൂടി പിടിച്ച് വീണ്ടും ഈ പറഞ്ഞ ചെളിക്കുണ്ടിൽ കൊണ്ടിട്ട് അവിടെയും നാർസിസ്റ്റ് നാട്ടിലിരുന്ന് വേറൊരു ആളെ കൊണ്ട് ഈ പറഞ്ഞ വിക്ടിമിനെ വീണ്ടും എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ നാട്ടിലിരിക്കുന്ന നാർസിസിസ്റ്റ് അയാളുടെ ഭാര്യയും ഗൾഫിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഫ്ലൈയിങ് മങ്കികളെ കൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കുക. കൺട്രോൾ ചെയ്തിട്ട് വീണ്ടും ആ ചെളിക്കുഴിയിൽ തന്നെ കൊണ്ടിട്ട് വേറൊരു ടോക്സിക് ആയ ഒരു വ്യക്തിയെ കൊണ്ട്, വേറൊരു ക്രിമിനലായ ഒരു വ്യക്തിയെ കൊണ്ട് ഈ ഇരയെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലായിക്കൊള്ളു.
ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ സാക്ഷിയാണ്. ഞാനിത് പറയുന്നത് മുഴുവനും 100% ശരിയായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ഇത് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കാലങ്ങൾ കുറെ കുറെ കഴിഞ്ഞു പോയി. പിന്നെ ഇയാള് പിന്നെ ആൽക്കഹോളിക് ആയി മാറി. നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു ആളായി മാറിക്കഴിഞ്ഞു. രാവിലെ മദ്യം, ഉച്ചയ്ക്ക് മദ്യം, വൈകുന്നേരം മദ്യം, രാത്രി മദ്യം. പിന്നെ സാമ്പത്തികമായി ഇദ്ദേഹം കുറെ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം ബിസിനസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്നാൽ ഈ പറഞ്ഞ ഈ അച്ഛനമ്മയുടെയും ബിസിനസ് കറക്റ്റായിട്ട് അതും ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഫ്ലൈങ് മങ്കീസ് ഈ പരുന്ത് ചുറ്റും പോലെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, റഡാർ കറങ്ങും പോലെ. കാര്യം നാട്ടിൽ ഇരിക്കുന്ന നാർസിസിസ്റ്റ് അച്ഛനമ്മയുടെ കാര്യം നോക്കുക എന്നുള്ളതായി ഇയാളുടെ പ്രയോറിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായി മാറി. മറ്റുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ അല്ലാതായി മാറി എന്നുള്ളതാണ് ഇയാൾ. പക്ഷെ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ഇയാളുടെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു. അതിനുള്ള സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലുള്ള കുറവുകളും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഞാൻ പറയാം. അന്നും ഇല്ലായിരുന്നു, ഇന്നും ഇല്ല. അപ്പോ നല്ലൊരു മദ്യപാനിയായി മാറി. ഇത് ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു പോയി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് പാനിക് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് അല്ല, അതായത് ലിവറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരികയും ആൽക്കഹോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൈയൊക്കെ വിറയ്ക്കുകയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സീരിയസ് ആയി മാറുകയും ആരോഗ്യം വളരെ മോശമായി മാറുന്ന ഒരു അവസ്ഥയിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. നീണ്ട 3-4 വർഷം ഈ കോവിഡ് കാലം മുതൽ 2000 മുതൽ 1998-99 ഈ പ്രശ്നങ്ങളുടെ മൂർധന്യ അവസ്ഥ വരുന്നത്. കാര്യം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇയാൾ എത്തുന്നത് അപ്പോഴാണ്. 2000 ആയപ്പോഴത്തേക്ക് പിന്നെ കോവിഡ് തുടങ്ങുന്ന സമയത്തൊക്കെ ഇയാൾ ആശുപത്രിയിലായിരുന്നു. 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ ആശുപത്രികളിൽ കഴിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി അയാളും അയാളുടെ ഭാര്യ പിന്നെ മക്കളെ എല്ലാം കൂടി പിന്നെ അയാളെ രക്ഷപ്പെടുത്തി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ഈ ഫ്ലൈങ് മങ്കികളുടെ കൺട്രോളിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ഫ്ലൈങ് മങ്കികൾ പറയണത് ഒഴിച്ച് ഒരു കാര്യവും ചിന്തിക്കാനോ പറയാനോ ഉള്ള കഴിവ് അദ്ദേഹം ആർജിച്ചിട്ടുമില്ല. അത് വേണ്ട എന്ന് തന്നെയാണ് പിന്നെ അയാൾ വിശ്വസിക്കുന്നത്. ഇപ്പോ ഈ കഥയിൽ ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, ഒരു വ്യക്തിയെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ കാര്യം അവസാനിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവര് വിശ്വസിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ തന്നെ തന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ, മാതാപിതാക്കളെ തന്നെ വിശ്വാസം നശിക്കുമ്പോൾ, മാതാപിതാക്കളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോഴത്തേക്ക് അയാൾ ലോകത്തുള്ള ഒരാളെയും വിശ്വസിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇയാൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ഈ പറഞ്ഞ ഫ്ലൈങ് മങ്കീസിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കുടുംബത്തിലെ ആളുകളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സുഹൃത്തുക്കളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പിന്നെ മറ്റു ചുറ്റുമുള്ള ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നെ ഈ പറഞ്ഞ ഫ്ലൈങ് മങ്കീസുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണോ എന്ത് സിൻഡ്രോം ആണോ എന്ന് എനിക്കറിയില്ല, അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇയാൾക്ക് ലോജിക്കലായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇന്നേ വരെ അയാൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ദിവസം പോലും ഇയാൾ മദ്യപിച്ച് ഈ പറഞ്ഞ സ്വന്തം അച്ഛനമ്മയുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയും എന്നുള്ളത് കവിഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് നീതി അന്യായമായ കാര്യങ്ങളാണ് എനിക്കെതിരെ നടന്നത്, അതിന്റെ സൊല്യൂഷൻ എനിക്ക് വേണം എന്ന് പറയാൻ അദ്ദേഹത്തിന് അന്നും പറ്റിയിട്ടില്ല, ഇന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഈ ഫ്ലൈങ് മങ്കീസ് ആണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒഴിച്ചാൽ പോലും ഒരു സംഭവിച്ച കാര്യങ്ങൾ ഇതാണ്,
അതിലേക്ക് വേണ്ട പരിഹാരം കാണണം എന്നുപോലും ഇവർക്ക് തോന്നല്ല. ഈ വിക്ടിംസിന് എന്തോ ആയിക്കോട്ടെ, ഇതൊരു വലിയ വീഡിയോ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇത് അത്രയും നിങ്ങൾ എൻജോയ് ചെയ്ത് കാണില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് എനിക്കിത് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. പക്ഷെ എന്തായാലും വേണ്ടില്ല, നീണ്ട 3-4 വർഷത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം ഇയാൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഇയാളുടെ അച്ഛനമ്മയുടെ സ്ഥാപനം അത് പൂട്ടിപ്പോയി, നോക്കാനൊന്നുമില്ല, ആരുമില്ല. ഇയാളുടെ കൂടെയുള്ള ഫ്രോഡായ സഹോദരന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാവരും കൂടി അത് പൂട്ടിക്കെട്ടി. അതുപോലെ ഇയാളുടെ സ്വന്തം സ്ഥാപനവും ഇതുപോലെ തന്നെ പിന്നെ ആരും നോക്കാനില്ലാതെ അതും പിന്നെ ഇല്ലാതായി മാറി. അതിനുശേഷം ഇയാൾ തെരുവിലായി എന്നുള്ളതാണ്. ഇയാൾക്ക് സ്വന്തം കാര്യം നോക്കാൻ പറ്റാതെ, ഇയാളുടെ കുടുംബം നോക്കാൻ പറ്റാതെ, ആരും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇയാൾ തെരുവിലായി എന്നുള്ളതാണ്. അപ്പോൾ എന്നാലും ഈ ഫ്ലൈങ് മങ്കി ഇങ്ങനെ പിന്നെ ആകാശത്ത് ചുറ്റിപ്പറക്കുന്നുണ്ട്. എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിക്ടിം പിന്നെ രക്ഷപ്പെടുമോ മരിക്കുമോ എന്നുള്ളത് നാട്ടിലിരിക്കുന്ന നാർസിസിസ്റ്റായ അച്ഛനമ്മയും സാറ്റലൈറ്റ് വഴി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാള് പോലും ഇതിനകത്ത് ഈ പറഞ്ഞ പിന്നെ നാട്ടിലിരിക്കുന്ന നാർസിസിസ്റ്റായ അച്ഛനമ്മ ഒരു തരത്തിൽ പോലും പിന്നെ ഇവരെ സമാധാനിപ്പിക്കാനോ ഇവർക്ക് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാനോ വന്നിട്ടില്ല. ഇനിയിപ്പോ ഫ്ലൈങ് മങ്കീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എനിക്കത് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് അതിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും പറ്റില്ല, ഇയാൾ തെരുവിലായി എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ പിന്നെ ഇയാളുടെ ആരോഗ്യം കുറെ വീണ്ടെടുത്തു. വീണ്ടും ഇയാൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആരോഗ്യം എല്ലാം നേരത്തെ ചെറിയ പ്രായത്തിൽ ചെയ്ത പോലെ എല്ലാം ചെയ്യാൻ അയാളെ അനുവദിക്കുന്നില്ല. 55 വയസ്സായി. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മക്കളെല്ലാം പഠിച്ച് ഡോക്ടർമാരായി. എല്ലാം ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ഒന്നും നേടാത്ത ഒരു അവസ്ഥയിലാണ് അയാളുള്ളത്. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, നാട്ടിൽ സമ്പത്തും പിന്നെ സ്വത്തുക്കളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും തന്നെ സ്വന്തമായിട്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കാശ് മുടക്കി പിന്നെ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ആരോഗ്യം അത്ര 100% കറക്റ്റ് ഒന്നുമല്ല, എന്നാൽ പോലും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അതുപോലും ഇയാളുടെ സ്വന്തം കഴിവ് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഭാര്യയുടെയും പിന്നെ ഇയാളുടെ സമ്പാദ്യം കൊണ്ടാണ് വീണ്ടും ഇയാള് പിന്നെ എണീച്ച് നിൽക്കുന്നത്, ജീവനോടെ പിന്നെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് ഇരയെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ പച്ചായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇതുപോലത്തെ അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലും. പക്ഷെ ഇത് സംഭവിച്ച കാര്യമാണ്. ഈ ഫ്ലൈങ് മങ്കികളിൽ നിന്ന് അകലം പാലിക്കുക. ഫ്ലൈങ് മങ്കികൾ നമ്മുടെ ശത്രുക്കളല്ല, പക്ഷെ ഫ്ലൈങ് മങ്കികൾ നിങ്ങളെ ഇതുപോലത്തെ ചവിറ്റുകുട്ടയിൽ അല്ല കൊണ്ടിടുക, അവർ നിങ്ങളെ തീ ജ്വാലയ്ക്കകത്താണ് കൊണ്ടിടുക. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാർസിസിസ്റ്റിനെ സേവിക്കുക എന്നത് മാത്രമാണ് ഒരൊറ്റ ലക്ഷ്യം. നാർസിസിസ്റ്റിന് ചുറ്റുമാണ് അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാർസിസിസ്റ്റിന് വേണ്ട ഇരകളെ പിടിച്ച് ഈ പിന്നെ തീച്ചുളയിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ ഫ്ലൈങ് മങ്കീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഫ്ലൈങ് മങ്കീസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സംഭവിക്കുന്നത്, നാർസിസിസ്റ്റിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കാതിരിക്കുന്നതും ഈ ഫ്ലൈങ് മങ്കീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഫ്ലൈങ് മങ്കീസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സുഹൃത്തുക്കളെ, ഇതൊരു ലെങ്തി ആയ വീഡിയോ ആയിപ്പോയെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ കമന്റുകളായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുവരെ ഗുഡ് ബൈ.